ഓ, മധുരമൂറുന്ന പാട്ടു തന്നെ. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിയാകുന്നു. ആ, പോട്ടെ, കേട്ടത് തന്നെ കേട്ടിരുന്ന പോരല്ലോ. നമുക്ക് അടുത്ത കഥയിലേക്ക് കടക്കാം. ഈപ്പന്റെയും കാപ്പന്റെയും കഥ. കുഴിമടിയനായ ഈപ്പന് മേശ നിറയെ ഭക്ഷണം കിട്ടിയാലോ? കണ്ടു നോക്കൂ. നീ എങ്ങോട്ടാടാ ഒരുങ്ങി പുറപ്പെടുന്നത്? ഇതാ വഴിമുടക്കാൻ വന്നിരിക്കുന്നു. മണ്ടൻ കഴുത. ഞാൻ എന്റെ കൂട്ടുകാരൻ പോത്തന്റെ വീട്ടിലേക്ക് പോവുകയാ. ഒരുപാട് നാളായി അവൻ ചെല്ലാൻ പറഞ്ഞിട്ട്. എവിടെയാ നിന്റെ കൂട്ടുകാരൻ പോത്തന്റെ വീട്? അത് മറുനാട്ടിലാ. ഒരുപാട് ദൂരെ യാത്ര ചെയ്യണം. പോയാൽ ഇനി 1 മാസം കഴിഞ്ഞേ വരൂ. 1 മാസം കഴിഞ്ഞിട്ടോ? അപ്പോ നീ അവിടെ കൂടാൻ പോവാ? അതെ, ചെന്നാലുടൻ വിടൂല. അവൻ അവിടെ വലിയ കൃഷിത്തോട്ടങ്ങളൊക്കെ ഉള്ളതാ. അതിലൊക്കെ സഹായിച്ചു കൊടുക്കണം. ഒരു രസമല്ലേ? എന്നാ ഞാനും വന്നോട്ടെ നിന്റെ കൂടെ. മറുനാട്ടിലേക്ക് എനിക്കും വരാൻ ആഗ്രഹമുണ്ട്. ഏയ്, അത് പറ്റില്ല. നിനക്കത്ര ദൂരമൊന്നും നടക്കാൻ കഴിയില്ല. അതൊക്കെ ഞാൻ നടന്നോളും. എനിക്കും ഇല്ലടാ മറുനാടൊക്കെ കാണാൻ ഒരു കൊതി. വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. എനിക്ക് വേഗം അവിടെ എത്തിയിട്ട് വേണം കൂട്ടുകാരനെ സഹായിക്കാൻ. ഞാനും വന്നാൽ എന്താ? എനിക്കും സഹായിച്ചൂടെ നിന്റെ കൂട്ടുകാരനെ? ഓ, പിന്നെ സഹായിക്കാൻ പറ്റിയ ഒരാള്. വെട്ടി വിഴുങ്ങാൻ മാത്രമല്ലേ നിനക്കറിയൂ. അല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു പറ്റും? അങ്ങനെ പറയല്ലേടാ. ഞാൻ നീ പറയുന്നതൊക്കെ ചെയ്യാം. എന്നെയും കൂടെ കൂട്ടണം. ഷോ, ഇത് വലിയ ശല്യമായല്ലോ. എന്തു കഷ്ടകാലത്തിനാ ഇവനെ കണ്ടത്. ഈപ്പാ, സോപ്പിടണ്ട. ഞാൻ പറയുമ്പോഴൊക്കെ ചെയ്തോളണം. എന്താ, പറ്റുമോ നിനക്ക്? ആ, ഞാൻ എല്ലാം ചെയ്തോളാം. ഈപ്പനൊന്ന് പറഞ്ഞാ മതി. എന്നാ പിടിക്ക്. ഇതിനെ ഒപ്പം കൂട്ടിയത് വലിയ അബദ്ധമായി എന്നാ തോന്നുന്നേ. ഇനിയിപ്പോ എത്ര ദിവസം ഇവനെ സഹിക്കണം? എന്റെ വിധി, അല്ലാതെന്താ.
ഈപ്പൻ. വെൽക്കം വെൽക്കം. എത്ര നാളായി നിന്നെ കണ്ടിട്ട്. വരുന്ന വിവരം ഒന്ന് ഫോൺ ചെയ്തോ ഇമെയിലോ അയച്ചൂടെ? ഇവൻ ഏതാ ഈപ്പാ? ഇവൻ എന്റെ കൂട്ടുകാരനാ. എന്റെ പേര് കാപ്പൻ. ആട്ടെ, ഇനി നിങ്ങൾ വിശ്രമിക്ക്. ഒരുപാട് ദൂരം യാത്ര ചെയ്തതല്ലേ. ഞാൻ വിഭവസമൃദ്ധമായ ആഹാരം ഉണ്ടാക്കാൻ ഭാര്യയോട് പറയാം. കുറെ ദിവസം നമുക്കിവിടെ അടിച്ച് പൊളിച്ചങ്ങനെ കഴിയാം. ഓക്കേ? ഓക്കേ, ഞാൻ റെഡി. ഇന്നത്തെ കാര്യം കുശാൽ. ഇത്രയും ഭക്ഷണം ഒരുമിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ ദൈവമേ, ഇവിടുന്ന് ഇപ്പോഴൊന്നും പോകാൻ ഈപ്പനെ കൊണ്ട് തോന്നിക്കരുതേ. ഇത് വല്ലാതൊരു തീട്ടിപ്പണ്ടാരം തന്നെ. എവിടുന്ന് കെട്ടിയെടുത്തു ഇവനെ? കഴുതയാണെങ്കിലും ഇത്രയ്ക്ക് നാണമില്ലാത്തവനാകാമോ? ഇങ്ങനെ ഒരുത്തനെയാണല്ലോ ഞാൻ കൂടെ കൂട്ടിയത്. എന്നാ പിന്നെ ഞാൻ എഴുന്നേൽക്കട്ടെ. നാണവും മാനവും ഇല്ലാത്തവനെ കുശാൽ, നമുക്ക് പട്ടിണി. എന്തു ചെയ്യാനാണ്? ഞാൻ ഒഴിവാക്കാൻ കുറെ നോക്കിയതാ. പോവില്ലാന്ന് വെച്ച എന്താ ചെയ്യാ? നാളത്തെ ഭക്ഷണത്തിൽ കുറച്ച് ബൂസ്റ്റ് അങ്ങ് കലക്കി കൊടുത്തേര്. ബൂസ്റ്റ് ആവുമ്പോൾ ബൂസ്റ്റ് സീക്രട്ട് ഓഫ് മൈ അലർജി എന്നാണല്ലോ. പാടില്ല, അതിഥിയല്ലേ. എത്ര മോശക്കാരനായാലും. പോത്തൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം നീ. ഹോ, അതൊന്നും സാരമില്ല. നമുക്ക് വഴിയുണ്ടാക്കാം. എടാ ഈപ്പാ, ഒരു മാസമായി നമ്മൾ ഇവിടെ ഒരുമിച്ച് പണിയെടുക്കുന്നു. നീ വന്നേ പിന്നെ നമ്മുടെ തോട്ടം ഇരട്ടിയിലധികം വിളവ് തന്നു. നീയാണെന്റെ ആത്മാർത്ഥ സുഹൃത്ത്. ഏയ്, നമുക്ക് അങ്ങനെ ഒരു വേർതിരിവൊന്നും വേണ്ട. നിന്റെ പാടത്ത് നിന്നെ സഹായിക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയല്ലേ? അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഇത്രയും നാളായിട്ട് ആ കാപ്പൻ കഴുത മേലനങ്ങിയിട്ടില്ല. മൂക്കറ്റം തിന്നുക, കിടന്നുറങ്ങുക. ഈ രണ്ടു പണിയല്ലാതെ എന്താണ് അവൻ ചെയ്തത്? ശരിയാണ്, വല്ലാത്തൊരു മാറാപ്പാണ് ഞാൻ കൊണ്ടുവന്നത്. 2 ദിവസം കഴിഞ്ഞാ എനിക്കങ്ങ് പോകണം. അതിനു മുമ്പ് അവൻ ഒരു പണി കൊടുക്കണം. അതു തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അവനെ അങ്ങനെ വിട്ടാ പറ്റില്ല. 1 മാസം കൊണ്ട് അവൻ ഇരട്ടി വീർത്തു. നടക്കാൻ അവന് വയ്യ.
അവന്റെ വെട്ടിവിഴുങ്ങൽ അവസാനിപ്പിക്കണം. എന്താ ഒരു വഴി? വഴിയുണ്ട്, നീ വാ. അയ്യോ അയ്യോ എന്റെ വയറേ, അയ്യോ അയ്യോ ഞാനിപ്പം ചാവുവേ, അയ്യോ എനിക്ക് വയ്യേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ആഹോ ഊ ആഹാ അയ്യോ അയ്യോ എന്റെ വയറേ, അയ്യോ അയ്യോ ഞാനിപ്പം ചാവുവേ, അയ്യോ ഞാനിപ്പം ചാവുവേ. ചേട്ടാ ഓടി വാ, ബിസ്ക്കറ്റ് ആണെന്ന് കരുതി കാപ്പൻ എലിവിഷത്തിന്റെ പെട്ടി അപ്പാടെ തിന്നു. നീ എന്തിനത് എടുത്തു കൊടുത്തു? ഞാൻ കൊടുത്തതല്ല, ഞാനില്ലാത്ത നേരത്തെ അടുക്കളയിൽ കയറി എടുത്തതാ. എന്നെ ഒന്ന് രക്ഷിക്കണേ. ആഹോ ഊ ആഹാ അയ്യോ അയ്യോ ഞാനിതാ ചാവുന്നേ. അയ്യോ ഈപ്പാ പിടിച്ചോടാ, നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാം. അയ്യോ അയ്യോ എന്നെ വയറേ, അയ്യോ അയ്യോ ഞാനിപ്പം ചാവുവേ, അയ്യോ 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 എന്നെ വയറേ. അയ്യോ അയ്യോ എന്നെ വയറേ, അയ്യോ അയ്യോ ഞാനിപ്പം ചാവുവേ, അയ്യോ അയ്യോ എന്നെ വയറേ, അയ്യോ അയ്യോ ഞാനിപ്പം ചാവുവേ, അയ്യോ 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 ഞാനിതാ ചാവുന്നേ. അയ്യോ അയ്യോ ഞാനിതാ ചാവുന്നേ, അയ്യോ അയ്യോ ഞാനിതാ ചാവുന്നേ. അയ്യോ അയ്യോ എന്നെ വയറേ. അയ്യോ 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 ഇയാളുടെ ശരീരം മുഴുവൻ കൊഴുപ്പാണല്ലോ. ഇയാൾ അമിത ആഹാരം കഴിച്ചുകൊണ്ട് മാരകമായ രോഗത്തിനടിമപ്പെട്ടിരിക്കുകയാണ്. ഡോക്ടർ, ഇയാളെ രക്ഷിക്കണം. രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല, പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. എന്നാലും പറയാതിരിക്കാനോ അതും പറ്റില്ല. എന്താണ് ഡോക്ടർ? ഇയാളുടെ ആന്തരിക അവയവങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. വൃക്ക രണ്ടും പ്രവർത്തനം നിലച്ചിരിക്കുന്നു. ഡോക്ടർ, ഇനി കാപ്പനെ രക്ഷിക്കാൻ മാർഗമൊന്നുമില്ലേ? മാർഗമുണ്ട്, പക്ഷേ ഞാൻ പറയുന്നത് പോലെ ഇയാൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പു തരണം. ഞാൻ ചെയ്തോളാം ഡോക്ടർ, എന്നെ രക്ഷിക്കണം. പറഞ്ഞോളാം ഡോക്ടർ, ഞങ്ങൾ ചെയ്യിച്ചോളാം. ശരി, ഇയാൾ ഇന്നു മുതൽ 10 ദിവസം പച്ചവെള്ളം മാത്രമേ കഴിക്കാവൂ. ഭക്ഷണം ഒന്നും തന്നെ കഴിക്കാനേ പാടില്ല. അത് ഡോക്ടർ. എന്നാ വേണ്ട, മറ്റന്നാൾ തന്നെ മരിച്ചോളൂ. വേണ്ട ഡോക്ടർ, വേണ്ട, ഞാൻ ഇനി ഒന്നും കഴിക്കില്ല. ശരി, മാത്രമല്ല 10 ദിവസവും നിങ്ങൾ കഠിനമായ ജോലി ചെയ്യണം. അധ്വാനത്തിലൂടെ മാത്രമേ ശരീരത്തിലെ വേണ്ടാത്ത പദാർത്ഥങ്ങളെ നീക്കം ചെയ്യാൻ കഴിയൂ. ഞാൻ പറഞ്ഞ പഥ്യങ്ങൾ പാലിച്ചാൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം.
പോത്താ, എനിക്ക് പോകാൻ സമയമായി. കാപ്പൻ 10 ദിവസം ഇവിടെ നിൽക്കട്ടെ. രോഗമൊക്കെ സുഖപ്പെട്ടിട്ട് ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. ആ ശരി ശരി, അങ്ങനെ ആവട്ടെ. കാപ്പാ, ഞാൻ പോയി വരട്ടെ. ഗുഡ് ബൈ. ബായ്. കരയണ്ട കരയണ്ട, രോഗം മാറുമ്പോ ഈപ്പൻ വന്നോളും. ഈപ്പ, കാപ്പൻ നല്ല അനുസരണാശീലമുള്ള കഴുതയാണ്. അസുഖമെല്ലാം മാറിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി അല്പം ഭക്ഷണമാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അധ്വാനം നിർത്താൻ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞു. അയ്യോ, അപ്പോ ഇനി എന്തു ചെയ്യും? സാരമില്ല, നിങ്ങൾ രണ്ടുപേരും ഇന്ന് പോവുകയല്ലേ. ഇതുവരെ നിങ്ങൾ അധ്വാനിച്ചതിനുള്ള വക ഞാൻ തരുന്നുണ്ട്. ദാ, ഇത് മുഴുവൻ കാപ്പന്റെ പുറത്തിരിക്കട്ടെ. എന്നാ ഞങ്ങൾ പോയി വരട്ടെ സുഹൃത്തേ. ഓക്കേ, പോയി വരൂ. ഗുഡ് ബൈ. ഗുഡ് ബൈ. ആ, പോയി വരട്ടെ എന്ന് ഞാൻ പറയില്ല. പോട്ടെ സുഹൃത്തേ, ഇനി ഒരിക്കലും ക്ഷണിക്കാത്ത വിരുന്നിന് എന്നെ കിട്ടില്ല.